ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിലെ അദ്ദർസ് റാബി അഷ്റ 14ാമത്തെ പാഠം. വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആലാക്കാണ് സർവസ്തുതിയും. അല്ലാഹു തആലാക്കാണ് സർവസ്തുതിയും. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പാരഗ്രാഫ് നോക്കാം. എന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മസ്ജിദുകളിലും വീടുകളിലും വഴികളിലും തക്ബീർ മുഴങ്ങുന്നു. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അബ്ദുള്ളയും അബ്ദുറഹ്മാനും തക്ബീർ ചൊല്ലി നടന്നു. അവർ പള്ളിയിലെത്തി തഹിയ്യത്ത് നിസ്കരിച്ചു. ആളുകൾക്കൊപ്പം തക്ബീർ ചൊല്ലി. അപ്പോൾ പെരുന്നാൾ ദിവസം തക്ബീറുകൾ മുഴങ്ങുന്നു. അബ്ദുള്ളയും അബ്ദുറഹ്മാനും തക്ബീർ ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോയതാണ്. നമുക്ക് പാഠം ബാക്കി മനസ്സിലാക്കാം. ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ചു. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടെ അദാ ആയി കിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയത്താണ് ഇവിടെ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിൻ്റെ നമുക്കിവിടെ ചെറിയ പെരുന്നാൾ എന്ന് ചേർത്ത് കൊടുത്താൽ മതി, മനസ്സിലാക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ അത് ഉപകാരപ്പെടുത്താം. അപ്പം എന്താണ്? നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈ കെട്ടുക. ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹ്തു. ഇഫ്തിതാഹിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. അതായത് അല്ലാഹു അക്ബർ എന്ന് 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈ ചുമലിന് നേരെ ഉയർത്തുക. അതാണ് 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. എന്നിട്ട് ആ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലി കൈ കെട്ടണം. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ കെട്ടണം 7 തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടും. അപ്പോൾ ഓരോ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഓരോ തക്ബീറുകൾക്കിടയിലും 7 തക്ബീറിലെ ഓരോ തക്ബീറുകൾക്കിടയിലും ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്കു മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതി റുകൂഅ് സുജൂദ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഖിയാമിലേക്ക് നൃത്തത്തിലേക്ക് വരും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നൃത്തത്തിലേക്ക് വന്നു. അവിടെ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് 5 തവണ, ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ വീണ്ടും തക്ബീറുകൾ ചൊല്ലുക. ആ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. പിന്നെ റുകൂഅ് സുജൂദ് നമസ്കാരം പൂർണ്ണമായിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. അപ്പോൾ അതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം. നന്നായി മനസ്സിലാക്കി പഠിക്കാം. അസ്സലാത്തു ജാമിയ. മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും സഫായി നിന്നു. അപ്പോൾ ഇവിടെ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചിട്ട് ഇമാമ് വിശദീകരിച്ചതാണ്. അത് വിശദീകരണം കഴിഞ്ഞതിന് ശേഷം മുഅദ്ദിൻ ബാങ്ക് വിളിച്ചവർ, അവരാണ് മുഅദ്ദിൻ എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ബാങ്ക് വിളിക്കുന്നവർ അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ചു പറയും. അപ്പോൾ എല്ലാവരും സഫായിട്ട് നിൽക്കുക. സഫായി നിന്നു. മുഅദ്ദിൻ എന്താണ് വിളിച്ചു പറയുക? അസ്സലാത്തു ജാമിയ എന്ന്. അതൊക്കെ മനസ്സിലാക്കണം. സലാമിന് ശേഷം ഇമാം അറബിയിൽ 2 ഖുതുബ ഓതി. അപ്പോൾ ഇവിടെ സഫായി നിന്ന് പെരുന്നാൾ നിസ്കാരം
കഴിഞ്ഞ് സലാമിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷം ഇമാമ് അറബിയിൽ 2 ഖുതുബ ഓതി. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ഖുതുബ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അറബിയിലാണ് ഖുതുബ നിർവഹിക്കേണ്ടത്. 2 ഖുതുബകളാണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ളത് മനസ്സിലാക്കുക. ആദ്യ ഖുതുബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും രണ്ടാം ഖുതുബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലുക. 2 ഖുതുബയാണുള്ളത്. ആദ്യ ഖുതുബയിൽ 9 പ്രാവശ്യവും തക്ബീർ ചൊല്ലണം. രണ്ടാം ഖുതുബയിൽ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലണം. അപ്പോൾ അത് മനസ്സിലാക്കാം. നമ്മൾ തക്ബീറുകൾ അറിയാമല്ലോ പെരുന്നാളിൻ്റെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അപ്പോൾ ആ ഖുതുബയിൽ 9 പ്രാവശ്യവും രണ്ടാം ഖുതുബയിൽ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ചോദ്യമായിട്ടും വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. ആദ്യ ഖുതുബ തുടങ്ങുമ്പോൾ ഡാഷ് പ്രാവശ്യം തക്ബീർ ചൊല്ലണം. അപ്പോൾ അവിടെ 9. രണ്ടാം ഖുതുബ തുടങ്ങുമ്പോൾ ഡാഷ് പ്രാവശ്യം 7 പ്രാവശ്യം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഖുതുബക്ക് ശേഷം പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇമാം പ്രസംഗിച്ചു. മുസ്ലിങ്ങളുടെ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ. അപ്പോൾ പെരുന്നാൾ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ ഏതൊക്കെ? ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. എന്തൊക്കെയാണ്? തക്ബീർ, പെരുന്നാൾ നിസ്കാരം, ബലികർമ്മങ്ങൾ എന്നിവയാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ. പുരുഷന്മാർ മസ്ജിദിൽ വന്നും സ്ത്രീകൾ വീടുകളിൽ വെച്ചും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. സൂര്യോദയം മുതൽ ളുഹുർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. സൂര്യോദയം മുതൽ ളുഹുർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ നിരുപാധികം തക്ബീറിൻ്റെ സമയം അവസാനിക്കും. പെരുന്നാൾ ദിവസം തക്ബീറിൻ്റെ സമയം അവസാനിക്കും. എപ്പോഴാണ്? നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ നിരുപാധികം തക്ബീറിൻ്റെ സമയം അവസാനിക്കും. എന്നാൽ അറഫാ ദിവസം, വലിയ പെരുന്നാളിൻ്റെതാണ് പറയുന്നത്. എന്നാൽ അറഫാ ദിവസം സുബ്ഹ് മുതൽ അയ്യാമുത് തശ്രീഖിലെ അവസാനത്തെ അസ്ർ വരെ ഓരോ നിസ്കാരത്തിന് ശേഷവും സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. ബലി പെരുന്നാളിന് തക്ബീർ ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ട്. അപ്പോൾ അറഫാ ദിവസം സുബ്ഹ് മുതൽ അയ്യാമുത് തശ്രീഖിലെ അവസാനത്തെ അസ്ർ വരെ ഓരോ ദിവസവും നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കാം. പിന്നെന്താണ്? നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രം ധരിച്ചും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചും നാം ഇന്ന് സന്തോഷം പങ്കിടണം. പെരുന്നാൾ ദിവസം സന്തോഷം പങ്കിടണം. എങ്ങനെ? നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രങ്ങൾ ധരിച്ചും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചും സന്തോഷം പങ്കിടണം. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. ഒക്കെ പെരുന്നാൾ ദിവസം ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങളാണ്. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം. പാവപ്പെട്ടവരെ സഹായിക്കണം. എല്ലാ തിന്മകളും വർജിക്കണം. നല്ല കാര്യം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പെരുന്നാൾ ദിവസം സന്ദർശിക്കണം ആരെ? അങ്ങനെ ചോദ്യം വന്നാലോ? നമ്മൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കണം. അതുപോലെ മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? ശേഷം അബ്ദുള്ളയും അബ്ദുറഹ്മാനും ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്തു. ഈ വഴിയിലൂടെയല്ലല്ലോ നാം വന്നത്? അബ്ദുറഹ്മാൻ ചോദിച്ചു. അബ്ദുള്ള എന്ത് പറഞ്ഞു? മസ്ജിദിലേക്ക് പോകുമ്പോൾ ദീർഘവഴിയിലൂടെയും മടങ്ങുമ്പോൾ എളുപ്പ വഴിയിലൂടെയും ആയിരിക്കൽ സുന്നത്താണ്. മസ്ജിദിലേക്ക് പെരുന്നാൾ ദിവസം പോകുമ്പോൾ ദീർഘവഴിയിലൂടെയും മടങ്ങുമ്പോൾ എളുപ്പ വഴിയിലൂടെയും ആയിരിക്കൽ സുന്നത്താണ്. പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ഏറ്റവും വലിയവൻ. അല്ലാഹു തആലക്കാണ് സർവസ്തുതി. അപ്പോൾ മനസ്സിലാക്കുക. ഇതിന് മീനിങ്സ് ഒക്കെ വന്നതൊക്കെ മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നമുക്ക് വർക്കിൽ ആദ്യം നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ എത്ര തക്ബീറുകൾ ചൊല്ലണം എന്നാണ്. എത്ര തക്ബീറായിരുന്നു? ആദ്യത്തെ അതിൽ 7 പ്രാവശ്യമാണ്.
7 പ്രാവശ്യം. അടുത്ത ചോദ്യം വരുന്നത് രണ്ടാമത്തേതിൽ എത്രയെന്നാണ്. അപ്പോൾ രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 5 തവണയുമാണ്. ആദ്യത്തെ ഒന്നാമത്തേതിൽ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലണം, 5 തവണ തക്ബീർ ചൊല്ലണം. അപ്പോൾ അത് രണ്ടും ആൻസർ നോക്കി എഴുതുക. പെരുന്നാൾ നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിൽ എത്ര തക്ബീറുകൾ ചൊല്ലണം? 5 തക്ബീർ. അടുത്ത എന്താണ്? ഒന്നാമത്തെ റക്അത്ത് തക്ബീർ ചൊല്ലേണ്ടത് എപ്പോൾ? ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോഴാണ്? ഇവിടുന്ന് എഴുതാം. നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക, ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതുവരെ എഴുതാം. നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാമിന് കൈ കെട്ടിയ ശേഷം ദുആഉൽ ഇഫ്തിതാഹിന് ശേഷമാണ് ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത്. അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷമാണ് ഒന്നാം റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് രണ്ടാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോൾ? രണ്ടാം റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോഴാണ്? രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പാണ്. രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പാണ് 5 തക്ബീറുകൾ ചൊല്ലേണ്ടത്. അപ്പോൾ അത് എഴുതുക. ശേഷം ഫാത്തിഹയും സൂറത്ത് ഓതുക. പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയണം എന്ത്? എന്താണ് മുഅദ്ദിൻ വിളിച്ചു പറയേണ്ടത്? പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് മുഅദ്ദിൻ വിളിച്ചു പറയണം എന്ത്? മനസ്സിലാക്കുക. അസ്സലാത്ത ജാമിയ, അസ്സലാത്ത ജാമിയ എന്ന് മുഅദ്ദിൻ വിളിച്ചു പറയും. അസ്സലാത്ത ജാമിയ. അടുത്ത ചോദ്യം, പെരുന്നാൾ നിസ്കാരത്തിന് എത്ര ഹുത്തുബകളുണ്ട്? എത്ര ഹുത്തുബകളാണ്? 2 ഹുത്തുബകളാണ്. 2 ഹുത്തുബ. 2 ഹുത്തുബ അണ്ടർലൈൻ ചെയ്തിട്ട് അതിലേക്ക് എഴുതുക. അടുത്തത്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഹുത്തുബ നിർവഹിക്കേണ്ടത് ഏത് ഭാഷയിൽ? ഏത് ഭാഷയിലാണ്? അറബിയിലാണ്. അറബിയിലാണ് 2 ഹുത്തുബ ഓതിയത് എന്നത്. അപ്പോൾ അറബിയിൽ നിന്ന് അവിടേക്ക് എഴുതുക. അടുത്തത്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഹുത്തുബ നിർവഹിക്കേണ്ടത് എപ്പോഴാണ്? സലാമിനു ശേഷമാണ്. സലാമിനു ശേഷമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഹുത്തുബ നിർവഹിക്കേണ്ടത്. അടുത്തത്, പെരുന്നാൾ ദിവസം ചൊല്ലുന്ന തക്ബീർ എഴുതുക. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മളെ ഫസ്റ്റ് ആ ബോക്സിൽ വന്നിട്ടുണ്ട് പാഠത്തിൻ്റെ അവസാനത്തിൽ. അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് അത് എഴുതുക. അപ്പോൾ അവിടെ ക്ലിയറാക്കി നോക്കി എഴുതാൻ കഴിയാത്തവർ ഇവിടെ നോക്കിയിട്ട് തെറ്റില്ലാതെ അവിടെയൊക്കെ എഴുതാം. അടുത്തെന്താണ്? മറ്റു നിസ്കാരങ്ങളിൽ ഇല്ലാത്തതും പെരുന്നാൾ നിസ്കാരത്തിൽ ഉള്ളതുമായ പ്രത്യേക ദിക്റുകൾ എഴുതാനാണ്. മറ്റു നിസ്കാരങ്ങളിൽ ഇല്ലാത്തതും പെരുന്നാൾ നിസ്കാരത്തിലുള്ളതുമായ പ്രത്യേക ദിക്ർ ഏതാണ്? തക്ബീറുകൾക്കിടയിൽ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പോൾ അത് അടയാളപ്പെടുത്തിയിട്ട് അവിടെയൊക്കെ എഴുതുക. അടുത്തത്, പെരുന്നാൾ നിസ്കാരത്തിലെ പ്രത്യേക ദിക്റുകൾ എത്ര തവണ ചൊല്ലണം? ഇവിടെ നോക്കി എഴുതുക. ആദ്യത്തേതിൽ 7 പ്രാവശ്യവും, ആദ്യത്തെ റക്അത്തിൽ 7 പ്രാവശ്യവും, രണ്ടാമത്തെ റക്അത്തിൽ 5 തവണയും. ഒന്നാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യവും രണ്ടാമത്തെ റക്അത്തിൽ 5 തവണയുമാണ് ആ ദിക്ർ ചൊല്ലേണ്ടത്. അടുത്തത്, ബലിപെരുന്നാൾ നിസ്കാരത്തിന് നിയ്യത്ത് എഴുതാനാണ്. അപ്പോൾ നമ്മൾ പാഠത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ നോക്കിയിട്ട് തെറ്റില്ലാതെ എഴുതുക. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടെ അദാ ആയി ഖിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു. അത് അവിടേക്ക് എഴുതുക, പഠിക്കുക നന്നായിട്ട്. അടുത്തത്, ഒന്നാമത്തെ ഖുതുബ ആരംഭിക്കുമ്പോൾ എത്ര തക്ബീർ ചൊല്ലണം? എത്ര തക്ബീറാണ്? 9 തക്ബീറാണ്. 9 പ്രാവശ്യം. ഒന്നാമത്തെ ഖുതുബയിൽ 9 പ്രാവശ്യവും രണ്ടാമത്തെ ഖുതുബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും. ഖുതുബ തുടങ്ങുന്നതിന് മുമ്പാണ് 9 പ്രാവശ്യവും രണ്ടാമത്തെ ഖുതുബക്ക് മുമ്പ് 7 പ്രാവശ്യം. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്ത തഹ്സീസ് വരുന്നത് പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ, അതായത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം എഴുതാനാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എക്സാമിനൊക്കെ 5 വരി കുറയാതെ എഴുതാൻ വരുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പാഠബുക്കിൽ നിന്ന് അടയാളപ്പെടുത്തി വെച്ച് എഴുതുക, പഠിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ പാരഗ്രാഫ് തന്നെ ഇമാം പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അതാണ് അടയാളപ്പെടുത്തി അവിടെയൊക്കെ എഴുതേണ്ടത്. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടിയതായി ഖിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക,
ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം. നന്നായിട്ട് പഠിക്കുക. അടുത്തതെന്താണ്? പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇമാം പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി വിവരിക്കാനാണ്. ഇമാം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് അതൊക്കെ ഇതിലേക്ക് ചുരുക്കി എഴുതുക. മുസ്ലിങ്ങളുടെ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മം. പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകൾ വീട്ടിൽ വെച്ചും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ വരെയാണ് അതിൻ്റെ സമയം. നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രം ധരിച്ചും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചും ഈ സന്തോഷം നാം പങ്കിടണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യണം. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും എല്ലാ തിന്മകളും വർജിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്നൊക്കെ ചേർത്ത് നമുക്കവിടെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ അവിടേക്ക് എഴുതി കൊടുക്കാം. അടുത്തൊരു വർക്ക് വന്നത് എൻ്റെ വീട്ടിലെ പെരുന്നാൾ ആഘോഷം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു കുറിപ്പ് എഴുതുകയാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾ ഒരു പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം, നിങ്ങളുടെ അനുഭവം അതൊക്കെയാണ് എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാം നിങ്ങൾക്ക്? ഞാൻ എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാം, എന്നാലും നിങ്ങളെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അത് എഴുതേണ്ടത്. എന്താണ്? ഇന്നലെ വലിയ പെരുന്നാളായിരുന്നു. ഞങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. ഞങ്ങളെല്ലാവരും രാവിലെ നേരത്തെ ഉണർന്ന് കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് നേരത്തെ പള്ളിയിലേക്ക് പോയി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വല്ലിപ്പയുടെയും വല്യമ്മയുടെയും ഖബറുകൾ സിയാറത്ത് ചെയ്തു. ശേഷം വീട്ടിൽ വന്ന് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിച്ച് കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്കൊക്കെ പോയി. അതിനുശേഷം ഉലുഹിയ കർമ്മം നിർവഹിച്ച് ആ മാംസം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കാനൊക്കെ ഞങ്ങൾ മുൻപന്തിയിൽ നിന്നു എന്നൊക്കെ ചേർത്തിട്ട് നമ്മുടെ അനുഭവം, പെരുന്നാൾ ദിവസത്തെ അനുഭവം. വൈകുന്നേരം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. അങ്ങനെയൊക്കെ ചേർത്ത് നിങ്ങളുടെ അനുഭവം എഴുതി അവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയാണ് ഈ 14-ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.